നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേനൽക്കാലങ്ങളിൽ വാഹനത്തിൻ്റെ AC-യുടെ കൂളിംഗ് കുറയുവാനായിട്ടുള്ള സാഹചര്യം ഒട്ടുമിക്ക വാഹന ഉടമകളും പറയുന്ന ഒരു പ്രധാന കാര്യമാണ്. AC-യുടെ ഗ്യാസ് റീഫില്ല് ചെയ്താൽ കൂടിയും വാഹനത്തിന് AC ഓൺ ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ കൂളിംഗ് കിട്ടുന്നില്ല. അതിൻ്റെ സാഹചര്യം എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിതിൽ ശ്രദ്ധിക്കണം എന്ന് ആദ്യം നോക്കാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും AC ഓൺ ചെയ്യുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്യുമ്പോൾ 1-ലോ 2-ലോ, അതായത് റെഗുലേറ്റർ സ്പീഡ് 1-ൽ അല്ലെങ്കിൽ 2 ഈ മോഡിൽ ഇടുവാൻ പാടുള്ളൂ. അതുമല്ല, ഈ കാണുന്നത് പുറത്തുനിന്ന് എയർ എടുക്കുന്ന മോഡാണ്. അതായത് ഇത് പുറത്തുനിന്ന് എയർ എടുക്കുന്ന മോഡാണ്. ഈ മോഡിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് മഴക്കാലങ്ങളിലാണ് ഈ മോഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. എപ്പോഴും വാഹനം ഓടുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് എയർ എടുക്കുന്ന ആ ഒരു മോഡ് മാത്രമാണ് സെറ്റ് ചെയ്യേണ്ടത്. അതുകൂടാതെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, എപ്പോഴും പുറത്തുനിന്നുള്ള മോഡ് വേനൽക്കാലങ്ങളിൽ ഈ മോഡ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള പൊടിയെല്ലാം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഫിൽറ്റർ ബ്ലോക്കായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കണം. എപ്പോഴും വേനൽക്കാലങ്ങളിൽ വാഹനം ഓടുമ്പോൾ ഉള്ളിൽ നിന്ന് എയർ എടുക്കുന്ന ഈ ഒരു മോഡ് പ്രധാനമായും ഇടുവാൻ ശ്രദ്ധിക്കണം. നമുക്ക് AC-യുടെ കൂളിംഗ് കുറയുന്ന സാഹചര്യം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ വാഹനത്തിൻ്റെ AC-യുടെ ഗ്യാസ് റീഫില്ല് ചെയ്താൽ കൂടിയും കൂളിംഗ് കോയിൽ ക്ലീൻ ചെയ്യാത്ത പക്ഷം AC-യുടെ കൂളിംഗ് കുറയുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, AC-യുടെ ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്ത് AC-യുടെ ഫിൽറ്റർ മാറിയില്ലെങ്കിലും AC-യുടെ കൂളിങ്ങിന് വ്യത്യാസം വരാം, കൂളിംഗ് കുറഞ്ഞിരിക്കും. അടുത്തതായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ റൂം ശ്രദ്ധിക്കാം. ഇതാണ് വാഹനത്തിൻ്റെ എൻജിൻ റൂം. ഈ കാണുന്നത് AC-യുടെ കംപ്രസറാണ്. ഉള്ളിൽ കണ്ടൻസർ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കണ്ടൻസർ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, AC ഓൺ ചെയ്യുന്ന സമയത്ത് എല്ലാ വാഹന ഉടമകളും വർക്ക്ഷോപ്പ് മെക്കാനിക്കും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, AC ഓൺ ചെയ്ത ശേഷം കംപ്രസർ ലോഡാവും. അതായത് ഈ കംപ്രസർ ലോഡായ ശേഷം കംപ്രസർ ലോഡാവുമ്പോൾ ഈ പൈപ്പിൽ കൂടി, ഈ കാണുന്ന ഈ പൈപ്പിൽ കൂടിയാണ് കൂളിംഗ് ഉള്ളിലോട്ട് പോകുന്നത്. നമുക്ക് നോക്കുമ്പോഴറിയാൻ പറ്റും, ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് കൂളിംഗ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ പലരും ചെക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, AC ഓൺ ചെയ്ത ശേഷം ഈ പൈപ്പുകളുടെ ഈ ഭാഗത്തെല്ലാം കൈവച്ച് നോക്കും, ശരിയായിട്ടുള്ള രീതിയിൽ കൂളിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കും. ഈ ഭാഗത്ത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചൂട് ആണ് അനുഭവപ്പെടുന്നത്. ഈ ഭാഗത്ത് തണുത്ത ആ ഒരു എയർ സർക്കുലേഷൻ നടക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. AC-യുടെ ഗ്യാസിൻ്റെ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് ഇവിടെ തണുത്ത ഒരു രീതിയാണ്, പൈപ്പെല്ലാം തണുത്തിരിക്കും. പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇവിടം ചെക്ക് ചെയ്യും, പക്ഷേ ഇവിടം കഴിഞ്ഞ് ഉള്ളിലോട്ടുള്ള ലൈന് ചിലപ്പം ചെക്ക് ചെയ്തു എന്ന് വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഭാഗം, ഇത് തുറന്ന് കാണിച്ചു തരാം. ഈ ഭാഗത്തു കൂടി ഈ ഉള്ളിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്ന പോർഷനാണ്. ഈ ഭാഗത്ത് വാഷറിനോ അല്ലെങ്കിൽ നെബിളിനോ എന്തെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് AC-യുടെ ഗ്യാസ് ലീക്കാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പല വാഹന ഉടമകളും അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് മെക്കാനിക്കും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല എന്നൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലരും 2-3 പ്രാവശ്യമെല്ലാം AC-യുടെ ഗ്യാസ് നിറച്ചിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ കൂളിംഗ് കിട്ടുന്നില്ല. അതിനുള്ള ഒരു സാഹചര്യമെന്ന് പറയുന്നത്, ഈ കാണുന്ന പോർഷൻ പലരും ചെക്ക് ചെയ്യാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ഉള്ളിൽ ഈ ഗ്യാസ് ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്ന ഈ പോർഷനിൽ എന്തെങ്കിലും രീതിയിലുള്ള തകരാറ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന്, അതായത് AC ഓൺ ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ലീക്കായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഭാഗവും ഇവിടെ നിന്നും ചിലപ്പോൾ ഗ്യാസ് ലീക്കായി പോകാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും നമ്മുടെ വാഹനം
AC-യുടെ ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ക്യാപ്പ് വരുന്ന ഭാഗങ്ങൾ, ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്ന മറ്റ് ഭാഗങ്ങൾ, അതുപോലെ തന്നെ പൈപ്പ് ലൈന്, ഈ പൈപ്പ് ലൈന് എൽ ജോയിൻറ്റ് യു ജോയിൻറ്റ് വരുന്ന പോർഷനെല്ലാം നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഈ ജോയിൻറ്റ് വരുന്ന പോർഷനെല്ലാം, ഈ വരുന്ന ജോയിൻറ്റ് വരുന്ന പോർഷനെല്ലാം വൈബ്രേറ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങൾക്ക് വൈബ്രേഷൻ ഒരല്പം കൂടുതലായതുകൊണ്ട് വൈബ്രേറ്റ് ചെയ്തിട്ട് ചിലപ്പം ചില ഭാഗങ്ങൾ സ്ക്രാച്ച് വരുവാനും അവിടം വെച്ച് കട്ടായി പോകാനും മറ്റുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം, ചില വാഹനങ്ങൾക്ക് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതുപോലെ ഫൗണ്ടേഷൻ കാണും, ഇതേപോലെ ഫൗണ്ടേഷൻ കാണും, പൈപ്പ് പിടിച്ചു നിർത്താനായിട്ടുള്ള ഫൗണ്ടേഷൻ കാണും. ഈ ഫൗണ്ടേഷനിൽ നിന്നൊക്കെ വിട്ടുപോകുമ്പോൾ അത് മറ്റു പൈപ്പുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റൽ പാർട്സുമായിട്ടോ ഉരഞ്ഞിട്ട് ഇതേപോലെ പൈപ്പുകളൊക്കെ ഫൗണ്ടേഷനിൽ കാണും. അതെല്ലാം മറ്റ് പൈപ്പുകളുമായിട്ടോ അല്ലെങ്കിൽ മെറ്റൽ പാർട്സുമായിട്ടോ ഉരഞ്ഞിട്ട് അത് കാലക്രമേണ കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് AC-യുടെ ഗ്യാസ് കുറവാണെങ്കിൽ, അതായത് AC ഓൺ ചെയ്യുന്ന പക്ഷം ഗ്യാസ് കുറവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് മെയിൻ ഫിൽറ്റർ ചെക്ക് ചെയ്യണം, കൂളിംഗ് കോയിൽ ചെക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന പൈപ്പിൻ്റെ ലൈന് ചെക്ക് ചെയ്യണം, ജോയിൻറ്റ് ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അതുകൂടാതെ ഈ റീഫില്ല് ചെയ്യുന്ന ഈ രണ്ട് ഭാഗവും, ഇവിടെയും രണ്ട് ഭാഗവും ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് നോക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. വെറുതെ നമ്മൾ ഗ്യാസ് നിറച്ച് പൈസ കളഞ്ഞിട്ട് കാര്യമില്ല. എവിടെ നിന്നാണ് ഇതിന് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാഹചര്യം എന്ന് നോക്കി മനസ്സിലാക്കി ഉറപ്പ് വരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലം കൂടി ആയതുകൊണ്ട് പല വാഹനത്തിനും ഇങ്ങനെ ഒരു പോരായ്മ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വാഹന ഉടമകളും ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ കൂളിംഗ് വരുന്നില്ലെങ്കിൽ, അല്ല എയർ മാത്രമാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AC-യുടെ കണ്ടൻസർ ഫാന് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നോക്കണം. AC-യുടെ കണ്ടൻസർ ഫാന് കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള പ്രധാന സാഹചര്യമെന്ന് പറയുന്നത്, വാഹനം വാട്ടർ വാഷ് ചെയ്യുന്ന സമയത്തോ പ്രഷർ ഗണ്ണ് വഴി ഹൈ പ്രഷറിൽ ഗണ്ണ് ഉപയോഗിച്ച് വാഹനം വാഷ് ചെയ്യുന്ന സമയത്ത് AC-യുടെ കണ്ടൻസർ ഫാനിൻ്റെ കണക്ടർ ഇളകി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുമല്ല, ഏതെങ്കിലും ഓഫ് റോഡ് പോകുന്ന സമയത്ത് വാഹനത്തിൻ്റെ കണ്ടൻസർ ഫാനിൻ്റെ ലീഫിൻ്റെ ഉള്ളിൽ കരിയില കയറിയിരുന്നാലും ഇങ്ങനെ ഒരു സാധ്യത വരുവാനായിട്ടുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. കണ്ടൻസർ ഫാന് ശരിയായിട്ടുള്ള രീതിയിൽ വർക്കിംഗ് ആയില്ലെങ്കിലും AC-യുടെ കൂളിംഗ് ശരിയായിട്ടുള്ള രീതിയിൽ ഉള്ളിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. എപ്പോഴും AC ഓൺ ചെയ്യുന്ന സമയത്ത് റെഗുലേറ്റർ മോഡ് എപ്പോഴും നീല ഭാഗം, ഈ നീല കളർ ബേസ് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ചുവപ്പ് വരുന്നത് ഹോട്ടും നീല വരുന്നത് കൂളിങ്ങുമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഓക്കെ.